നമസ്കാരം, യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് Cat6 കേബിൾ നമ്മൾ കണക്ടർ ക്രിമ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് ആദ്യം കണക്ടേഴ്സ് വേണം. അതിനുശേഷം നമുക്ക് ക്രിമ്പിംഗ് ടൂളിൻ്റെ ആവശ്യമുണ്ട്. ക്രിമ്പിംഗ് ടൂൾ അത് കഴിഞ്ഞ് വയർ സ്ലീവ് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇത് നമ്മൾ കാണുമ്പോൾ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ഇതുപയോഗിച്ച് നമുക്ക് വയർ കട്ടായി പോകാണ്ട് തന്നെ സ്ലീവ് കളയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ സ്ട്രിപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ നമുക്ക് എന്തുകൂടെ വേണം? Cat6 കേബിൾ വേണം. നമുക്കിത് മാനുവലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ Cat6 കേബിള് കണക്ടറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനൊരു കളർ കോഡുണ്ട്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ എന്നാണ് അതിൻ്റെ കളർ കോഡ്. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കേബിളിൻ്റെ സ്ലീവ് കളയാം. സ്ലീവ് കളയുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ സ്ലീവ് കളയാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് സ്ലീവ് കളയാവുന്നതാണ്. ഇത് പിന്നെ ഇതിൻ്റെ ടാഗ് വരുന്നുണ്ട്. ടാഗ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ടാഗ് സ്ട്രിപ്പർ ഉപയോഗിച്ചോ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചോ ടാഗ് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിനകത്തൊരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് പരമാവധി പുറത്തോട്ട് വലിച്ചിട്ട് കട്ട് ചെയ്ത് വിടുക. പരമാവധി വെളിയിലോട്ട് പുറത്തോട്ട് വലിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അകത്തേക്ക് പോകും. നമുക്ക് കേബിൾ ക്രിമ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം നമുക്ക് കേബിൾ ഓരോന്നായിട്ട് ഇതൊരു പെയറായിട്ടാണ് ഇരിക്കുന്നത്. ഓറഞ്ച് വൈറ്റിൻ്റെ പെയറുണ്ട്, ബ്ലൂ വൈറ്റിൻ്റെ പെയറുണ്ട്, ഗ്രീൻ വൈറ്റിൻ്റെ പെയറുണ്ട്, ബ്രൗൺ വൈറ്റിൻ്റെ പെയറുണ്ട്. നമുക്കിനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് തരം കളർ കോഡാണ് വരുന്നത്. അതിലിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കളർ കോഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എടുത്തതിന് ശേഷം ഇതിനകത്തൊരു ഒരു ട്വിസ്റ്റായി ഇരുന്നത് കൊണ്ട് തന്നെ കേബിൾ സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ടോ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ കേബിളിനെ സ്ട്രെയിറ്റ് ചെയ്യാവുന്നതാണ്. കേബിൾ എത്രത്തോളം സ്ട്രെയിറ്റ് ആയിരിക്കുമോ അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്ക് കണക്ടറിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കളർ കോഡ് അനുസരിച്ചിട്ട് വയ്ക്കാം. ഇടത്തു നിന്ന് വലത്തോട്ടാണ് വരുന്നത് കളർ കോഡ്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, അതായത് ഓറഞ്ച് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ കേബിൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് വൈറ്റും ഉണ്ടാവും, ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷനും ഉണ്ടാവും. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്. അതിനുശേഷം വരുന്നത് ഗ്രീൻ എടുക്കുക, ഗ്രീൻ വൈറ്റ് എടുക്കുക, ഗ്രീൻ വൈറ്റ്. അപ്പോൾ നമുക്ക് ചോദിക്കുക, അല്ല ഇങ്ങനെ തന്നെ ചെയ്താലേ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കും. നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ ഏത് കളർ കോഡിൽ ചെയ്തിരുന്നാലും വർക്ക് ചെയ്യും. എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പവറിന് പോസിറ്റീവ് റെഡ് എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റാൻഡേർഡ് കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിരിക്കും. ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഗ്രീൻ വൈറ്റ് ബ്ലൂ, അത് കഴിഞ്ഞിട്ട് ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ശേഷം ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ആക്ച്വലി ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 4 കേബിളിൻ്റെ ആവശ്യമുള്ളൂ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അത് എങ്ങനെയാണ് അങ്ങനെ വെച്ച് ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ട് കളർ കോഡ് അറേഞ്ച് ചെയ്ത് കേബിൾ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക. സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് നമ്മുടെ കണക്ടർ എടുത്തിട്ട് ഈ കോപ്പർ സൈഡ് വേണം നമ്മൾ ഫേസ് ചെയ്തിരിക്കാനായിട്ട്. തിരിഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും കളർ കോഡ് തെറ്റായി പോകും. അപ്പോൾ
ഇതിന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന ലെങ്ത് എടുത്ത് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എഡ്ജ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം കണക്ടർ ഇങ്ങനെ കോപ്പർ പോർഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ട് ഇടത്തു നിന്ന് വലത്തോട്ട് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ എന്ന് വരുന്ന രീതിയിൽ വെക്കുക. ഈ ഷീൽഡും കൂടെ ആ ഒരു കോട്ടിങ്ങും കൂടെ കണക്ടറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കണക്ടർ നല്ല ബലത്തിലിരിക്കും. അതിനുശേഷം നമ്മളെ ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. ക്രിമ്പിംഗ് ടൂള് സാധാരണ rj11 ക്രിമ്പ് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടെ ഉണ്ടാകും. നമുക്കിപ്പോൾ rj45 മാത്രം ക്രിമ്പ് ചെയ്താൽ മതിയാവും. ഒരൊറ്റ പഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒത്തിരി തവണ പഞ്ച് ചെയ്യണമെന്നില്ല. അപ്പോഴത്തേക്കും കണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിമ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കേബിളും ഷീൽഡും കൂടെ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കേബിൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അതിനുശേഷം ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക, എല്ലാ കേബിളിൻ്റെയും എഡ്ജ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ കോഡ് മറന്നു പോകരുത്. ഇടത്ത് നിന്ന് വലത്തോട്ട് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. കണക്ടർ പിടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കോപ്പർ പോർഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം കണക്ടർ പിടിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് കേബിൾ കയറ്റുന്നതെങ്കിൽ കളർ കോഡ് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വരുന്ന ഒത്തിരി ആൾക്കാർ ഈ മേഖലയിലേക്ക് പുതുതായിട്ട് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ജോലിക്കായിട്ട് വരുന്നുണ്ട്. അവർക്കിത് ഉപകാരപ്പെടട്ടെ.